SIR-ൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച കേരളം എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ടാണ് ചീഫ് സെക്രട്ടറി കത്ത് നൽകിയത്. 25 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെന്നും 2025-ലെ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഫോം ലഭിച്ചിട്ടില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സലീം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ കഴിയുന്നത്? ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള കേരളത്തിന്റെ ആശങ്കകൾ ഓക്കെ, നമുക്കൊപ്പം സലീം മാലിക് കാണിച്ചത് ഒരു ചെറിയ ടെക്നിക്കൽ പിഴ ഉണ്ടെന്ന് തോന്നുന്നു. അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. 25 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യത്തിലാണ് SIR-ൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേരളം കത്തയക്കാൻ തീരുമാനിച്ചത്. എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിവെക്കണമെന്നാണ് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സലീം മാലിക്, പറയൂ വിവരങ്ങൾ. ഇപ്പോൾ നിലവിലെ കത്തുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി കേരളത്തിലെ ആശങ്കകൾ മുഴുവൻ ഓരോ താളപ്പിഴകളും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടണമെന്നതിന്റെ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാനം അയച്ച കത്തിൽ പറയുന്നുണ്ട്. 25 ലക്ഷത്തിലധികം ആളുകൾക്ക് വോട്ട് ഒഴിവാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. പല ആളുകളും, പല പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. തിരുവല്ല മണ്ഡലത്തിലെ നിലവിലെ MLA ആയ മാത്യു ടി തോമസും കുടുംബവും, കൊല്ലൂർ മണ്ഡലത്തിലെ മുൻ MLA ആയ രാജാജി മാത്യുവും കുടുംബവും, കേരളത്തിലെ മുൻ DGP രമൺ ശ്രീവാസ്തവയും കുടുംബവും അടക്കമുള്ള സംസ്ഥാനത്തെ സ്ഥിര താമസക്കാർക്ക് പലർക്കും വോട്ടവകാശം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. ഇവരൊന്നും ഇപ്പോൾ പുതുക്കിയ പട്ടികയിൽ ഇല്ല. പല കാരണങ്ങളാലാണ് പട്ടികയിൽ ഇവർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ വോട്ടർമാർക്കും ഈ ഫോം, എന്യൂമറേഷൻ ഫോം ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടില്ല. അത് പല കാരണങ്ങൾ കൊണ്ട് ലഭ്യമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കൈപ്പറ്റാത്തവർ മരിച്ചു എന്നോ സ്ഥലത്തില്ല എന്നോ രേഖപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. BLOമാർ എല്ലാ സ്ഥലത്തേക്കും ഫോം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. രാഷ്ട്രീയ കക്ഷികൾക്കും മറ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ടവർക്കും വോട്ടർമാർക്കും പരിശോധിച്ച് തിരുത്തലുകൾ വരുത്താനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടില്ല. ബൂത്ത് അടിസ്ഥാനത്തിലും നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിലും പട്ടിക പ്രസിദ്ധീകരിക്കണം. 2002-ന് 18 വയസ്സിൽ താഴെയായിരുന്നുവെങ്കിലും പിന്നീട് വോട്ടർമാരായ വലിയ വിഭാഗത്തെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ പൂർണ്ണമാക്കപ്പെട്ടിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന പിന്നീടും വോട്ട് നിഷേധിക്കപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്യൂമറേഷൻ ഫോമുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചില ബൂത്തുകളിൽ അസാധാരണമായി എണ്ണം ഉയർന്നിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചീഫ് സെക്രട്ടറിയുടെ കത്ത്. അതിൽ തന്നെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശ്രീവരാഹം ബൂത്തിൽ മാത്രം 704 വോട്ടർമാർ മാത്രമാണ് 700 വോട്ടർമാരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പേരിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബൂത്തിൽ മൊത്തം 1200-ൽ താഴെ വോട്ടർമാർ ഉള്ളപ്പോൾ 704 പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാനോ വിവരങ്ങൾ ശേഖരിക്കാനോ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അസ്വാഭാവികതയുണ്ട്. അത്തരത്തിലുള്ള പല ബൂത്തുകളും സംസ്ഥാനത്താകെ ഉണ്ടാകും. സംസ്ഥാനത്ത് അത്തരത്തിലുള്ള ബൂത്തുകളുടെ കണക്ക് സംസ്ഥാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ തീയതി നീട്ടുകയും ഇതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിന് അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു സലീം മാലിക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.